അതൊരു നുണയായിരുന്നു. നിന്റെ മേഘനേട്ടത്തി കെട്ടിച്ചമച്ച പച്ചക്കള്ളം. കഴിഞ്ഞ വട്ടം കോടതിയിൽ ഇതേപോലൊരു അവസ്ഥ ഉണ്ടായപ്പോ രക്ഷപ്പെടാൻ കണ്ടെത്തിയൊരു പിടിവള്ളി. ഏട്ടത്തി എന്തീ പറയുന്നേ? ഞാൻ ഒരിക്കലും പ്രഗ്നന്റ് ആയിരുന്നില്ല സഞ്ജന. ഡിവോഴ്സ് കിട്ടിയേ തീരൂ എന്ന് അമ്മ അന്ന് പിടിമുറുക്കിയപ്പോ മിഥുനേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഏട്ടനിൽ നിന്നും അകലാതിരിക്കാൻ എനിക്കന്ന് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. പക്ഷെ അന്ന് അങ്ങനെ വലിയൊരു കള്ളം പറഞ്ഞപ്പോ ഇന്നത് ഇത്രയും വലിയൊരു പ്രശ്നമാവെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ ഉർവശി ശാപ ഉപകാരം എന്ന പോലെ അതുകൊണ്ട് എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ. എന്നാൽ ഇനി അങ്ങോട്ട് മിഥുനേട്ടനെ രക്ഷിക്കാൻ ആ ദൈവം തന്നെ ഒരു മാർഗം കണ്ടെത്തി തരണം. എല്ലാം എന്റെ കൈവിട്ട് പോയിരിക്കാം മോളെ. ഏട്ടൻ ഇനി എന്റെ ജീവിതത്തിലുമില്ല, അരികിലുമില്ല. പിന്നെ നിന്റെ കാര്യം ഇപ്പൊ പുറത്തറിഞ്ഞ അത് നാളെ നിന്റെ ഭാവിക്കും കേടാണ്. വിവാഹത്തിന് മുൻപ് മറ്റൊരുത്തനിൽ നിന്നും പ്രഗ്നന്റ് ആയ കുട്ടിക്ക് കുടുംബത്തിലും സമൂഹത്തിലും പിന്നെ ഒരു നിലയും വിലയും ഉണ്ടാവില്ല. അങ്ങനൊരവസ്ഥ നിനക്കും ഉണ്ടാവരുത്. അതല്ല ഏട്ടത്തി. ഒന്നും പറയണ്ട. ഇനി നമ്മൾ രണ്ടുപേരും ഇക്കാര്യത്തെ കുറിച്ച് ആരോട് സംസാരിക്കില്ല. നിന്റെ ജീവിതം രക്ഷിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യെങ്കിലും എനിക്ക് വേണം. നീയായിട്ട് ഏട്ടത്തിയുടെ കഷ്ടപ്പാട് വെള്ളത്തിലാക്കാൻ നോക്കരുത്. അങ്ങനെയെല്ലാം കഴിഞ്ഞു. ഇത്രയും കാലം എന്നെ പിടിച്ചിരുന്ന ഗ്രഹണം ഒഴിഞ്ഞു പോയിരിക്കുന്നു. കുറേയേറെ കാലമായി എന്റെ കാലിൽ കെട്ടിപ്പിണഞ്ഞു കിടന്നിരുന്ന മൂർഖം പാമ്പായിരുന്നു മേഘന. ആ പാമ്പിനെ ഞാൻ തന്നെ ചവിട്ടി കൊന്നു. ഇപ്പോഴാണ് എനിക്ക് സമാധാനായത്. അതിന്റെ സന്തോഷം നിന്റെ കണ്ണുകളിലും വാക്കുകളിലും ഞാൻ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നീ എന്നോട് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല മഞ്ജരി. മേഘനയുടെയും മിഥുന്റെയും വിവാഹമോചനം കഴിഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതിന് വേളയെത്തത് ഇന്നാണെന്ന് മാത്രം. അവിടെ നിൽക്കും മേഘനെ. കോടതിയുടെ വിധി ചെവിക്കൊള്ളുത്തി കേട്ടിട്ട് തന്നെയല്ലേ വീണ്ടും ഈ കുടുംബത്തിലേക്കുള്ള നിന്റെ എഴുന്നള്ളത്ത്. ഇനി ഈ വീടുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഏത് വകുപ്പിലാണോ ചാടിത്തുള്ളി കയറി വരുന്നത്? ബന്ധം മുറിഞ്ഞെങ്കിലും കിടക്കപ്പായും കീറത്തോണികൾ ഇവിടെ ഇരിക്കല്ലേ, അത് എടുത്തോണ്ട് പോവാൻ വന്നതാവും. അതിനു വേണ്ടി ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നീ ഈ പടിക്കൽ തന്നെ നിന്നാ മതി. നിന്റെ പഴംതുണികളും കീറപ്പായും കൊണ്ടുവന്ന് ഞങ്ങൾ നിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു തരും. എന്താ ഇതിനിവിടെ നടക്കുന്നേ? വിവാഹമോചനം കഴിഞ്ഞതോടെ ഈ വീടും മേഖലയുമായിട്ടുള്ള സകല ബന്ധങ്ങളും അറ്റുപോയെന്നാണോ? പടിക്ക് നിർത്തി ആട്ടി പുറത്താക്കുന്നതാണോ നമ്മുടെ സംസ്കാരം? ഇന്ന് വരെ നമ്മുടെ ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പതിവ് ഉണ്ടായിട്ടില്ല എന്ന് ഓർക്കണം. ജയേട്ടൻ എന്തൊന്നും അറിയാത്ത പോലെ ചോദിക്കുന്നു. വിവാഹമോചനത്തിന് ശേഷം ഒരു പെണ്ണിനെ ഉപേക്ഷിച്ച ഭർത്താവിനോടൊപ്പവും തള്ളിക്കളഞ്ഞ കുടുംബത്തിനോടൊപ്പവും ആരാ നിർത്താറുള്ളത്? ഇപ്പൊ മേഘനയുടെ അവസ്ഥ അതൊക്കെ തന്നെയാ. അവൾ അവളുടെ വഴി നോക്കട്ടെ, മിഥുൻ മിഥുന്റെ പാട് നോക്കിക്കോളും. വേണമെന്നുണ്ടെങ്കിൽ സകല സാമ്പത്തിക സഹായവും ഞാൻ അവൾക്ക് കൊടുക്കാം. അതിൽ കവിഞ്ഞ് ഈ വീട്ടിൽ അധികാരമോ സ്ഥാനമോ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. അമ്മയും
ഏട്ടനും മിഥുനേട്ടനും കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാത്തതുകൊണ്ട് ഇങ്ങനെയെല്ലാം പറയുന്നത്. ഈശ്വര, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന അടുത്ത നിമിഷം മിഥുനേട്ടന്റെ ദോഷങ്ങൾ ആവരണം ചെയ്യും. ഏത് നേരവും അപകടങ്ങൾ ഇവിടെ വേട്ടയാടും. അതിൽ മിഥുനേട്ടന്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. മേഘനെ, അവസാനായിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാ, ഇന്ന് ഈ നിമിഷം തൊട്ട് ഈ കുടുംബമായിട്ടുള്ള നിന്റെ സകല ബന്ധങ്ങളും അറ്റുപോയിരിക്കുന്നു. വീണ്ടും ഈ വീടുമായി പുതിയ ബന്ധം കൂടാനോ ഇവിടെയുള്ള മനുഷ്യരുമായി അടുപ്പം കൂടാനോ ശ്രമിച്ചാ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഇറങ്ങി പോടി ഇവിടുന്ന്. വാട്ട് ഇസ് ദിസ് മോം? ഒരല്പം മനുഷ്യത്വമെങ്കിലും കാണിക്കണം. ഏട്ടത്തിയോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. ഇതൊരു വല്ലാത്ത ഇടപാടായി പോയി. ഇങ്ങനൊരു ക്രൂരത ഒരിക്കലും എന്റെ ഏട്ടത്തെ അർഹിക്കുന്നില്ല. മോം ഇത്ര റൂഡായി പെരുമാറുന്നത് കഷ്ടമാണ് കേട്ടോ. നീ കൊള്ളാലോ, എന്നോട് തന്നെ വേണതൊക്കെ. ഇവളീ വീട്ടിൽ നാട്ടി പുറത്താക്കുന്നത് എന്റെ മോന് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? പക്ഷെ അവള് കാണിച്ച തോന്നിവാസത്തിന് അവളോട് എന്താ നിനക്ക് ഒരു ചോദ്യം ഇല്ലാത്തത്? ഏട്ടത്തിയുടെ ശരിയും തെറ്റും ഏട്ടത്തിക്ക് മാത്രമേ അറിയൂ. പക്ഷെ ഏട്ടത്തി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. ഈ വീട്ടിൽ ഏട്ടത്തിക്ക് കിട്ടുന്ന പരിഗണന അത് അത്രയ്ക്കൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ചിന്താഗതിക്കനുസരിച്ചിരിക്കും. മതി വിവേക്, നീ അവളെ സപ്പോർട്ട് ചെയ്തത്. കാര്യം എന്തായാലും മിഥുന്റെ മേഘനയുടെയും ഡിവോഴ്സ് കഴിഞ്ഞിരിക്കുക. ഇനി അവൾ ഇവിടെ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. അവളായിട്ട് പോയ അവക്ക് കൊള്ളാം. നീ വേണ്ടാത്ത പ്രശ്നങ്ങളിൽ കയറി ഇടപെട്ട് നിന്റെ മര്യാദ കൂടി നീ നശിപ്പിക്കരുത്. ഇനി എന്തെന്നാടി നീ ഇവിടെ നോക്കി നിൽക്കുന്നത്? കെട്ടും കെട്ടി പോവാൻ നോക്ക്. ഞാൻ ഇവിടുന്ന് പോവാണച്ചാ. പോകാൻ വരട്ടെ മേഘനെ. ഒരു മിനിറ്റ് മോള് നിൽക്കുക. ആന്റി, ഈ കിളവനിത് എന്തിന്റെ പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇയാൾക്ക് അത്ര വലിയ സീനൊന്നുമില്ലടി. ഇയാള് കിടന്ന് തിളച്ചിട്ട് ഒരു കാര്യമില്ല. നീ സമാധാനായിട്ടിരിക്കുക. സ്വയം നാണം കെടാനുള്ള പുറപ്പാടാ. ഇനി ആരിവിടെ കിടന്ന് ഉരുണ്ടിട്ട് ഒരു കാര്യമില്ല. എവിടം വരെ പോവെന്ന് കാണാം. ജേട്ടനിങ്ങോട്ട് എന്ത് ചെയ്യട്ടത്? എനിക്കെന്റെ വാക്ക് പാലിച്ചേ മതിയാകൂ. അതെന്ത് വാക്ക്? അതിന് ഏട്ടനാർക്കും വാക്ക് കൊടുത്തിട്ടില്ലല്ലോ. മേഘനയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു. എന്ത് വാക്ക്? മേഘനയുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവളുടെ സകല സാഹചര്യങ്ങളിലും അവളെ ഉറപ്പായും സഹായിക്കുമെന്നുള്ള വാക്ക്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് മേഘനയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം ഞാനാണ്. ഞാനാണല്ലോ ഇതിനു വേണ്ടി മേഘനയെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നത്. നിർബന്ധിച്ച് ഇവനെ കല്യാണം കഴിപ്പിച്ചതും. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ അന്നേ പ്രതീക്ഷിച്ചതാ.
അപ്പൊ അവളുടെ ഈ അവസ്ഥയിൽ കൂടെ നിൽക്കേണ്ടത് ഞാൻ തന്നെയാ. എന്റെ മോളെ എനിക്ക് രക്ഷിക്കണം. മേഘന മോളുടെ നല്ല ഭാവി ഉറപ്പാക്കേണ്ടത് ഇനി എന്റെയും കൂടി കടമയാണ് അരുണിമേ. എന്ത് കടമയെന്ന ജേട്ടൻ ഈ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല ജേട്ടാ. മിഥുൻ മേഘനയെ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം ഇനി അവളുടെ അങ്ങോട്ടുള്ള ജീവിതം ഒറ്റയ്ക്കായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. മേഘനയെ പൊന്നുപോലെ നോക്കുന്ന ഒരു ചെറുക്കനെ കണ്ടെത്തി അവളുടെ വിവാഹം ഞാൻ നടത്തി കൊടുക്കും. മേഘനയുടെ നല്ല ഭാവി ആ വിധം ഞാൻ ഉറപ്പാക്കും. അല്ല, അവളുടെ ജീവിതത്തിന് ഒരു അർത്ഥമൊക്കെ വേണ്ടേ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? നീ മിണ്ടി പോകരുത്. അവളുടെ കല്യാണം നടത്താൻ ജേട്ടൻ ഇതിനെ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. ഞാൻ ഈ പടി കടന്ന് പോകാതിരിക്കണമെങ്കിൽ മേഘന പടി കടന്ന് അകത്തേക്ക് വരണം. ആദ്യം അതേക്കുറിച്ച് ചിന്തിക്കേ. അതെന്ത് വർത്താനം ചെയ്തേ വേട്ടാ? മേഘനയും ഈ വീടുമായിട്ടുള്ള സകല ബന്ധങ്ങളും അറ്റുപോയിരിക്കുന്നു. യാതൊരു ബന്ധമില്ലാത്തൊരു സ്ത്രീയെ വീട്ടിലെങ്ങനെ പിടിച്ചു നിർത്തും? ഇതെവിടെയെങ്കിലും നടപ്പുള്ളതാണോ? അതുകൊണ്ടാ പറഞ്ഞേ ഞാനും അവളുടെ കൂടെ ഇറങ്ങി പോവാണെന്ന്. ഇതെന്ത് കഷ്ട! അവളുടെ നാടകങ്ങളൊന്നും മതിയാവാഞ്ഞിട്ടാണോ ഒരു പുതിയ നാടകമായിട്ട് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്? അരുണിമേ, ഇതൊരിക്കലും എന്റെ നാടകമാണെന്ന് നീ ധരിക്കണ്ട. അവളുടെ ജീവിതം എനിക്ക് സേഫ് ആക്കണം. ഒന്നും വേണ്ട അച്ഛ. അച്ഛൻ ഇങ്ങനെയൊന്നും തീരുമാനം എടുക്കരുത്. എനിക്കെന്തിനാ മറ്റൊരു വിവാഹം? മേഘനെ, എന്റെ ഉദ്ദേശം നിനക്കിപ്പോ മനസ്സിലാവില്ല. ഇനി നീ ഈ കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടി പോകരുത്. നിന്റെ അച്ഛനാ പറയുന്നേ. അരുണിമേ, മേഘനയ്ക്ക് മറ്റൊരു കല്യാണം നടക്കുന്നതുവരെ എന്റെ കടമകൾ തീരുന്നില്ല. അപ്പം ഞാനതുവരെ ഈ വീട്ടിൽ നിൽക്കാന്നുള്ളതും നടക്കില്ല. മേഘന മോളുവാ. നിൽക്ക് ജേട്ടാ. നിങ്ങൾ പറയുന്ന ഈ കടമയേക്കാൾ എത്രയോ വലുതാ ഈ വീട്ടിലെ കുടുംബനാഥൻ ഇവിടെ നിന്നും പടിയിറങ്ങിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തേണ്ട എന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കാം. നിങ്ങളുടെ ഈ തീരുമാനം നടപ്പിലാക്കാൻ ഒരിക്കലും നിങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങി പോകണമെന്നില്ല. പിന്നെ കല്യാണം കഴിയും വരെ തൽക്കാലം മേഘനയ്ക്ക് നമ്മുടെ വീട്ടിൽ കഴിയാം. അരുണിമേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഒഴിഞ്ഞു പോകാൻ ഒരുങ്ങുന്ന ബാധ അവള്. അതിനെ വീണ്ടും നമ്മുടെ നടുമുറ്റത്തേക്ക് അരുണിമേച്ചിയായിട്ട് എന്തിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നേ? ബന്ധമല്ലാത്ത ചില വ്യക്തികൾക്ക് വേണ്ടി നമ്മുടെ മനസമാധാനം നശിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മേഘനയുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ കുടുംബനാഥന് അവളെ സഹായിക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങുന്നത്. ഇവിടുത്തെ കുടുംബനാഥനെ പെരുവഴിയിലേക്ക് ഇറക്കിവിടാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയല്ല ചേച്ചി. തൽക്കാലം നീ ഇതിലൊന്നും ഇടപെടാതിരിക്കുന്നുണ്ട് പ്രിയമത്.